രാവിലെ എണീച്ച് ഇവിടുന്ന് മുഖം കഴുകി വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അരിക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ച് തുടങ്ങിയപ്പം അരി ഇടാം. 2 ഗ്ലാസ് അരി മതി ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക്. ആകെ ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ ചോറ് കഴിക്കുന്ന ആൾ. ബാക്കി ആളും കുഞ്ഞാപ്പൊന്നും ചോറ് കഴിക്കില്ല. കുഞ്ഞാപ്പ് കുറച്ച് കഴിച്ചാലായി. കുഞ്ഞാപ്പിന് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് വേണം. അപ്പോൾ അരിയൊക്കെ എടുത്ത് നല്ല വൃത്തി 2 ഗ്ലാസ് എടുത്ത് നല്ല വൃത്തിക്ക് കഴുകുന്നുണ്ട്. പിന്നെ അപ്പം ചോറ് കൊണ്ടുപോയില്ലേ, അവൾ നല്ല അട്ടിയുണ്ടാകും രാവിലെ തന്നെ. അപ്പം വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ഇടാൻ പോകുന്ന കൈ കൊള്ളാണ്ട് നോക്കണം കേട്ടോ. നല്ല ചൂടുണ്ട്. തൂയി കൂട്ടി വെച്ചിട്ട് ആ പരിപാടി അങ്ങ് കഴിഞ്ഞു കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ എടുത്തിട്ട് നമ്മൾ എന്തിൽ വെക്കും? റൈസ് കുക്കറിൽ കൊണ്ടുവെക്കും. നമുക്ക് തുടയ്ക്കാൻ പോവാം. അടിച്ചു വാരിയായിരുന്നു ഞാൻ നേരത്തെ തന്നെ. ഇനിയൊന്നും തുടച്ചാൽ മതി. ഇത് പുതിയത് മേടിച്ചതാണ് കേട്ടോ. തുടയ്ക്കാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് പിഴിയൊന്നും വേണ്ട. നമ്മൾ അതിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയാൽ മതി. ഇപ്പം നല്ല വൃത്തിയിൽ ഡ്രൈ ആയി കിട്ടും. അത് നല്ല സുഖമാണ് തുടയ്ക്കാനൊക്കെ. മറ്റേ ബെഡ്റൂമിൽ അവർ കിടന്നുറങ്ങുക, അത് അങ്ങോട്ട് കയറാണ്ടിരുന്നത്. പിന്നെ പിള്ളേർക്ക് നല്ല ഡിസ്റ്റർബാവും. എന്താ അരി വെള്ളം തിളച്ചിട്ടുണ്ട്, അതെടുത്ത് നമുക്ക് റൈസ് കുക്കറിലേക്ക് വെക്കാം. എന്നിട്ട് മൂടി വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആയിക്കോളും. ഇനിയുള്ളത് അലക്കാനാണ്. ഇവിടെ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടില്ല, അപ്പം വെളിയിൽ നിന്നാണ് കുത്തുന്നത്. പുറത്തുനിന്ന് എടുത്ത് കുത്തിയിട്ട് ഓൺ ചെയ്യുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഓൺ ചെയ്യാം നമുക്ക്. ഓൺ ചെയ്തു. P1 മതി. കുറച്ച് തുണിയേ ഉള്ളൂ. ഇത് പറഞ്ഞാൽ നമ്മൾ പൗഡർ ഇടാൻ പാടില്ല. അപ്പം ലിക്വിഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ വീട്ടിൽ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് സ്ക്വാഡിൻ്റെയാണ്. സ്ക്വാഡ് വലിയ ഗുണമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. നിങ്ങളേതാ യൂസ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്തേക്കുക. ഇനി ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ചങ്ങ് കുടിച്ചിട്ട് ബാക്കി പരിപാടി. രാവിലെ കട്ടൻ ചായ കുടിച്ചില്ല ശരിയാവില്ല. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഉള്ളത് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുന്നതാണ് അടിപൊളി. ചായപ്പൊടി ഇടാം. അതേ മതി. നല്ല കടുപ്പുള്ള ചായ കേട്ടോ. പഞ്ചസാര ഇച്ചിരി കൂടുതലുണ്ടായിക്കോട്ടെ, അതാ ബെറ്റർ. തിളച്ചു തുടങ്ങി. എന്താ ചെയ്യാ, അവിടെ സൗണ്ട് കേട്ടില്ലല്ലോ. നല്ല തണുപ്പിച്ചിട്ട് വേഗം കുടിക്കാമല്ലോ. അപ്പം വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കണ്ട. ഓക്കെ ബൈ.